ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹാഫ് ഡേ വ്ളോഗാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോതമ്പ് ദോശയാണ് ഇന്ന്. പിന്നെ സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറിയെല്ലാം മുറിച്ച് ഇങ്ങനെ വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട ഉണ്ടായിരുന്നേ, അത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. നാടൻ മുട്ട ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇളകി വരാൻ ഭയങ്കര പാടാട്ടോ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് റെഡിയാക്കി എടുത്തത്. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറിന്റെ കഷ്ണം വേവിച്ച് മാറ്റി വെച്ചിട്ട് അതിനുള്ള കൂട്ടും മുളക് പൊടി എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. കടുക് പൊട്ടിച്ചിട്ട് അതിങ്ങനെ തട്ടാൻ പോയപ്പോഴത്തേക്ക് എല്ലാം പാത്രത്തോട് അതിൻ്റെ അകത്ത് കമഴ്ന്ന് വീണ് കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് നേരെയാക്കി അതിലെല്ലാം മിക്സ് ചെയ്തു. കുറച്ച് ലാസ്റ്റ് മല്ലിയിലേക്ക് ഇട്ട് സാമ്പാർ അങ്ങനെ റെഡിയാക്കി എടുത്തേ. കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായപ്പോഴത്തേക്കും 11:30 ആയി കേട്ടോ സമയം. അങ്ങനെ ഗോതമ്പ് ദോശയും സാമ്പാറുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. പുറത്തിങ്ങനെ തറയിലിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണേ. അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഐറയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവക്കും ഇങ്ങനെ മുറിച്ച് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രവും പിന്നെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ചേ. കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നേ. പച്ചക്കായ എപ്പോഴും അങ്ങനെ മേടിക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ. അങ്ങനെ അവിയലും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിയലൊന്നും അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ലേ, വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അവിയലിനുള്ള എല്ലാം മുറിച്ച് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇതായി പോവില്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേകാൻ വേണ്ടി വെച്ചേ. അപ്പോഴേക്കും ഐറ ഫ്രിഡ്ജിൽ നിന്ന് ഒരു നാരങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി കേട്ടോ. അവൾക്ക് നാരങ്ങ വെള്ളം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളെയും മേലെ കയറ്റി ഇരുത്തിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ ആക്കി കേട്ടോ. ഈ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത് വരെയുള്ള ബഹളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം കുടിക്കുമൊന്നുമില്ലേ. ഭക്ഷണം കഴിക്കാനുള്ളതായാലും എല്ലാം ഓരോന്നൊക്കെ എടുത്തിട്ടൊക്കെ വരും കേട്ടോ. കൊണ്ടുവരുന്ന കാണുമ്പോൾ ഇപ്പം എല്ലാം കഴിച്ച് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടു അങ്ങനെ ഒരു അവസ്ഥയാണേ. അങ്ങനെ സ്ലാബിന്റെ മേലെ എല്ലാം നാരങ്ങ വെള്ളമൊക്കെ തൂവി മുഴുവനാക്കി കളഞ്ഞു. അതൊക്കെ പിന്നെ ഞാൻ ഒഴിവാക്കി വൃത്തിയാക്കി എടുത്തെ. പിന്നെ മീൻ വെട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. അയലയാണേ മേടിച്ചിട്ടുണ്ടായിരുന്നത്. മീൻ വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ തറയിൽ കിടന്ന് ബഹളമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിലിപ്പോൾ ഉരുളക്കിഴങ്ങ് വാങ്ങി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസം ആയതേ ഉള്ളൂ 1 കിലോ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് ഓരോ ദിവസവും 1-2 വീതം എടുത്ത് മുഴുവൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് എൻ്റെ അപ്പം ഉണ്ടാക്കുന്ന പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ട് അതിൽ വെച്ച് ആള് ഭയങ്കര പാചകമൊക്കെയാണ്. അങ്ങനെ ഐറയുടെ മൈൻഡൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഉള്ളിൽ വന്നു കേട്ടോ. മീനൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ആക്കി എടുത്തു. അപ്പോഴത്തേക്ക് അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരുന്നേ. അതിനുള്ള തേങ്ങയൊക്കെ അരച്ചിട്ട് ലാസ്റ്റ് കുറച്ചിങ്ങനെ കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കുറച്ച് സമയം അടച്ചു വെച്ച് കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ അവിയലും മീൻ വറുത്തതൊക്കെ ഉണ്ടായപ്പോൾ ഇല വെട്ടിയിട്ട് ഇങ്ങനെ സദ്യ പോലെ കഴിക്കാനായിട്ടൊരു മോഹം തോന്നി കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ കുറേ കറികളൊന്നും വെക്കത്തില്ലേ. പക്ഷെ 3-4 കറിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ സദ്യ പോലെ കഴിക്കാനൊരു രസമല്ലേ. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പച്ചടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതും എടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ചിപ്സും പഴമൊക്കെ സദ്യക്ക് വെക്കുന്ന പോലെ വെച്ച് പിന്നെ ഒരു പാക്കറ്റ് പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉള്ള കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സദ്യ പോലെ വിളമ്പിയേ. ഇലയിട്ടപ്പോൾ തന്നെ ആദ്യമേ ഐറ പ്രസന്റ് ആയി കേട്ടോ. പഴമൊക്കെ അപ്പം തന്നെ കഴിച്ചു തുടങ്ങി. അവസാനം കഴിക്കാനുള്ള സംഭവമൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ അവൾക്കുള്ള ചോറും മീനൊക്കെ അവൾ തന്നെ വിളമ്പിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷെറിച്ചനെയും ഐറയും അങ്ങനെ ഇലയുടെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ എല്ലാവർക്കും 3 പേർക്കും വിളമ്പി കേട്ടോ ഫുഡെല്ലാം. അങ്ങനെ ഓണത്തിന് ശേഷം വീണ്ടും ഒരു സദ്യ പോലെ. ശരിക്കും പറഞ്ഞാൽ സദ്യയൊന്നും അല്ല കേട്ടോ. 3-4 കറിയൊക്കെ ഉള്ളൂ. സദ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെതായിട്ടുള്ള എല്ലാ കറികളും വേണ്ടേ. അങ്ങനെ ഒരു അച്ചാറും അവിയലും സാമ്പാറും പച്ചടിയും പപ്പടവും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. എല്ലാ ദിവസവും പ്ലേറ്റിൽ കഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സദ്യ പോലെ ഇലയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സദ്യ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.